അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് നീങ്ങി കിട്ടാൻ, ഒരുപാട് നാളായി കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളൊന്ന് നടന്നു കിട്ടാനൊക്കെ പലപ്പോഴും റബ്ബുൽ ആലമീനായ തമ്പുരാനോട് നിരന്തരം ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. എന്നിട്ട് ഉസ്താദെ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഹലാലായ മുറാദുകളും ഹൈറാണെങ്കിൽ ഹാസിലാക്കി തരുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് അതിവിശിഷ്ടമായ ഒരു നിസ്കാരം പഠിപ്പിച്ചു തരാം. അതായത് നിങ്ങളുടെ മനസ്സിൽ 1000 ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരാൻ ഈ നിസ്കാരം മതി എന്നാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടണം 2 കാര്യങ്ങൾ കൊണ്ട്. ബിസ്സബ്ർ ക്ഷമ കൊണ്ട്, വസ്സലാ നിസ്കാരം കൊണ്ട്. അപ്പോൾ നിസ്കാരം കൊണ്ട് അള്ളാഹിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? നിരന്തരം നിസ്കരിച്ച് അള്ളാഹിനോട് ഇങ്ങനെ സഹായം ചോദിക്കണം. പക്ഷേ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഈ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണെന്നേ. ആർക്ക്? അള്ളാഹിനെ പേടിയില്ലാത്തവർക്ക്, പടച്ചോനായിട്ട് ബന്ധമില്ലാത്തവർക്ക് നിസ്കാരം എന്നൊക്കെ പറഞ്ഞൊരു മടിയാണ്. വല്ലാത്തൊരു എടങ്ങേറാണ്. മുനാഫിക്കുകാരുടെ അടയാളാണത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനില്ലാത്തതിൻ്റെ അടയാളം. അപ്പോൾ നമുക്ക് തന്നെ അത്തരം ചില ഒരു സൂചനയൊക്കെ ഉണ്ടാവും ലൈഫിൽ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നു? അത് 5 വക്ത് നിസ്കരിക്കൽ കടമയായതുകൊണ്ട് നമ്മൾ കടമ തീർക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണ് അല്ലേ? അല്ലാതെ അള്ളാഹിനെ സ്നേഹിച്ചിട്ട് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് റബ്ബിനോട് സംസാരിക്കാൻ സമയം കിട്ടി, എൻ്റെ റബ്ബ് സംസാരിക്കാൻ സമയം തന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷമാണെന്ന് തിരിച്ചറിഞ്ഞ് ബാങ്ക് കേൾക്കുമ്പോഴേക്ക് ഓടി കൊതിയോടുകൂടെ നിസ്കാരത്തിൽ പോകണം. ആരുള്ളത് നമ്മുടെ കൂട്ടത്തിൽ? എത്ര പേരുണ്ട്? നമ്മൾ വിചാരിച്ചേക്കുന്നത് ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് ഇല്ലേ? ഇതൊക്കെ നിർബന്ധമായ ചില ബാധ്യതകൾ. അത് കറക്റ്റ് ആ സമയത്ത് ഇങ്ങനെ ഒരു കണക്ക് തീർത്ത് നിർവഹിക്കണം, അത്രയേ ഉള്ളൂ. ഇത് കേവലം കണക്ക് തീർക്കലല്ല, അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണ്. പടച്ചോനോട് വർത്താനം പറയാനായിട്ട്, പടച്ചോനോട് സംസാരിക്കാൻ, കാര്യങ്ങൾ ബോധിപ്പിക്കാൻ, അള്ളാഹുമായിട്ട് കാര്യങ്ങൾ ബന്ധപ്പെടാൻ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോയിൻമെൻറ്റ് തന്ന് കാത്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഓടിച്ചെന്ന് അല്ലാഹു അക്ബർ, അള്ളാഹിൻ്റെ മുമ്പിൽ ആ തക്ബീറോടുകൂടെ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്തങ്ങ് തുടങ്ങി. പക്ഷേ അങ്ങനെ ഒരു കൊതിയില്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു സംഗതിയാണെന്ന് ബോധ്യമില്ലാത്തത് കൊണ്ട്, കേവലം കടമ തീർക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ കൽബിൽ പടച്ചോനുണ്ടാവാറില്ല. ദുനിയാവിൻ്റെ കഥകളൊക്കെ കയറി വരും. അതാണ് നമ്മുടെ നിസ്കാരം. അള്ളാഹു അവന് വേണ്ടി നിസ്കരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ആദ്യം പറഞ്ഞത് ക്ഷമ വേണം എന്നാണ് അല്ലേ? ക്ഷമിച്ചുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് തേടണം എന്നാണ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ അത് കിട്ടിക്കൊള്ളണം എന്ന് വാശി പിടിക്കരുത്. ക്ഷമിക്കുക, ക്ഷമ നിർബന്ധമാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂരനായ ഫിർഔനെ വധിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി നിരന്തരം ദ്വാരന്നിട്ട് 40 കൊല്ലത്തിനപ്പുറമാണ് ചെങ്കടലിൽ അവനെ അള്ളാഹ് മുക്കിക്കൊല്ലുന്നത്. അപ്പോൾ മൂസാ നബിയുടെ ദുആയിന് ഉത്തരം കിട്ടിയത് 40 കൊല്ലത്തിനപ്പുറമാണെന്നാണ്. ഇപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ, ഒരാൾ ഒരു കാര്യം ദുആ ചെയ്തു, അതിൽ ഹൈറില്ലെങ്കിൽ അവൻ പോലും അറിയാതെ അള്ളാഹ് അത് കൊടുക്കാതെ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ കൊടുക്കും. എങ്ങനെ? ഇപ്പോൾ നമ്മൾ പടച്ചോനോട്, പടച്ചോനെ എനിക്ക് നീ ഇന്നാലിന്ന സമ്പത്ത് തരണേ അല്ല, അല്ലെങ്കിൽ എനിക്ക് നീ ഒരു കുട്ടിയെ തരണേ അല്ല. ഗർഭിണിയായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അബോഷനായിപ്പോയി. നമുക്ക് ആകെ സങ്കടം, ഞാൻ എന്തോരം ദ്വാരന്നിട്ടും പടച്ചോൻ എനിക്ക് തന്നില്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ റബ്ബ് എനിക്ക് എന്ത് തന്നാലും ഹൈറാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ അബോഷൻ അള്ളാഹ് അവിടെ സംഭവിപ്പിച്ചത്? ഈ കുട്ടി വളർന്ന് വലുതായാൽ ഒരു പക്ഷേ നിനക്ക് ദോഷമായിരിക്കാം. അല്ല, നമ്മൾ ആത്യന്തികമായി കാലാകാലം ജീവിക്കേണ്ട നാളെ പരലോകത്തെ ലോകമുണ്ടല്ലോ, സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗീയ ലോകത്ത് അമലുകൾ കുറഞ്ഞുകൊണ്ട് നീ കഷ്ടപ്പെട്ട് വേണം അകത്തോട്ട് കയറാൻ. ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ കുഞ്ഞ് അവിടെ നിനക്ക് ശുപാർശകനായിട്ടുണ്ടാകും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം പടച്ചോൻ നേരത്തെ വിളിച്ചത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹൈർ റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കുട്ടിയെ കൊണ്ട് ഉപദ്രവമാകാം ഈ ഉണ്ടാവുക എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ത് ചെയ്യും? പടച്ചോൻ ആ കുട്ടിയെ അങ്ങ് നോക്കി, എന്നിട്ടോ നിനക്ക് ഹൈറായൊരു കുഞ്ഞിനെ തന്നേക്കാം. അപ്പോൾ റബ്ബുൽ ആലമീൻ എന്ത് തന്നാലും അത് ഹൈറാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പിന്നിലുള്ള സംഗതികളിലേക്ക് നമ്മൾ ചിന്തിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു ഹൈർ റബ്ബിൻ്റെ പ്ലാനിൽ ഉണ്ടായിരിക്കാം. അതൊരു ഡൗട്ടല്ല, അത് കൺഫേമാണ്. മനസ്സിലായോ? ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ദുആ അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ സ്വീകരിക്കാം. ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചോദിക്കുന്നൊരു കാര്യം തരാതെ ചിലപ്പോൾ അതിൽ ഗുണമില്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കരകയറ്റിയേക്കാം. അല്ലെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു ചോദിച്ചതിനൊക്കെ പകരം തന്നേക്കാം. നാളെ പരലോകത്തിൽ കുറേ മനുഷ്യന്മാർ പറയും, അത്രയും മുത്തനബി പറയാണ്, പടച്ചോൻ ഞങ്ങൾ ചോദിച്ചതിനൊന്നും നീ ഉത്തരം തരണ്ടായിരുന്നു അല്ല. കാരണം എന്താ?
ദുനിയാവിൽ ഉത്തരം കിട്ടാത്ത മനുഷ്യന്മാർക്ക് ഇവിടെ നീ കൊടുക്കണ കൂലികൾ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല അല്ല, ഞങ്ങൾ ചോദിച്ചതൊക്കെ എന്തിനാ പഠിച്ചോളെ നീ തന്നത്, ഇതൊക്കെ ആഖിറത്തിലേക്ക് വെച്ചാൽ പോരായിരുന്നു അല്ല എന്ന് നമ്മൾ ചോദിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മൾ ചോദിക്കുക, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ചോദ്യം നഷ്ടമല്ല, കിട്ടുമോ കിട്ടാതിരിക്കുക അത് മറ്റൊരു വിഷയമാണ്. റബ്ബ് ഹൈറായത് തരും, നിരന്തരം ചോദിക്കാം. ഞാൻ ഇനി നിങ്ങളോട് പറയട്ടെ ഒരു അത്ഭുത നിസ്കാരത്തെക്കുറിച്ച്. മഹാനായ ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു മനുഷ്യൻ ചോദിക്കുന്ന സംഗതി ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇത് രേഖപ്പെടുത്തി വെച്ചതായി ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഖദർ നബിയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, 1000-ഓളം ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ 1000 ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഈ 1000 ആഗ്രഹങ്ങൾ വീടാനായിട്ട് ഒരു അമൽ എനിക്ക് പറഞ്ഞു തരാമോ? ഒറ്റ കാര്യം മതി എൻ്റെ എല്ലാ 1000 ആഗ്രഹങ്ങളും വീടി കിട്ടണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരാഗ്രഹം വീടാൻ ഒരു കാര്യം, അങ്ങനെയൊന്നുമല്ല, 1000 ആഗ്രഹങ്ങളും കൂടെ വീടാൻ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് പണിയെടുക്കാൻ പറ്റില്ല, പക്ഷേ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണമെന്നാണ്. ഇരിക്കട്ടെ, ഖദർ നബി പറഞ്ഞു, മോനെ ശരി, ഒരുപാട് കഷ്ടപ്പെടേണ്ട, ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പോൾ ആഗ്രഹങ്ങൾ വീടാനുള്ള അല്ലെങ്കിൽ ഖളാ ഉൽ ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കാരം എന്ന് നിയ്യത്ത് ചെയ്തങ്ങ് നിസ്കരിച്ചാൽ മതി. എന്നിട്ടോ സാധാരണ പോലെയല്ല, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക. അതിനുശേഷം ഒന്നാമത്തെ റക്അത്തിൽ 10 തവണ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് പാരായണം ചെയ്യുക. എത്ര തവണ? 10 തവണ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് പാരായണം ചെയ്യാം. കാഫിറൂൻ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യണം കേട്ടോ. കിടക്കാൻ നേരത്തൊക്കെ കൈകളിൽ ഊതി മന്ത്രിക്കുക. കിടക്കാൻ നേരത്തൊക്കെ ഉറങ്ങുന്നതിന് മുൻപ് കാഫിറൂൻ സൂറത്ത് പാരായണം ചെയ്താൽ കുഫറിൽ നിന്ന് നിഫാഖിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 10 തവണ കാഫിറൂൻ സൂറത്ത് ഓതുക. എന്നിട്ട് സാധാരണ പോലെ നിസ്കരിക്കുക. 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഫാത്തിഹയ്ക്ക് ശേഷം 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്യുക. ശേഷം സാധാരണ പോലെ നിസ്കരിച്ച് സലാം വീട്ടുക. സലാം വീട്ടിയ ഉടൻ തന്നെ സുജൂദിൽ കിടക്കുക, സുജൂദിലേക്ക് പോവുക. ആ സുജൂദിൽ കിടന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 10 സ്വലാത്തില്ല, ഏതെങ്കിലും സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ ആ സ്വലാത്താണെങ്കിൽ മാഷാ അല്ലാഹ് ഉഷാറായി. നിരന്തരം ധാരാളം ഒരു 10 തവണ അടുപ്പിച്ചങ്ങനെ സ്വലാത്തില്ല. ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 10 തവണ ചൊല്ലുക. അതിനുശേഷം റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഇത് വല്ലാത്തൊരു ദുആ കേട്ടോ, പവർഫുൾ ദുആ. ഇതും ഒരു 10 തവണ ചൊല്ലുക. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഹൈറ് തരണേ, നാളെ പരലോകത്തും ഹൈറ് തരണേ അല്ലാഹ്. അപ്പോൾ ദുനിയാവിലുള്ള എല്ലാം കിട്ടി, ആഖിറത്തിലെല്ലാം കിട്ടി, ഹൈറായതൊക്കെ കിട്ടണം എന്നാണ്. വഖിന അദാബന്നാർ, നരകത്തിൻ്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാഹ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ ദുആയും കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മുഴുവൻ അള്ളാഹിനോട് ചോദിക്കുക. എന്താഗ്രഹത്തിനാണ് നിങ്ങൾ നിസ്കരിച്ചത് അത് അള്ളാഹിനോട് ചോദിക്കുക. അള്ളാഹു ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരുമെന്ന് മഹാനായ ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച് തരികയാണ്. ഇതെപ്പോൾ നിസ്കരിക്കണം? ഇത് തഹജ്ജുദിൻ്റെ സമയത്ത് നിസ്കരിക്കൽ വളരെ ആപ്റ്റാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ്. മഗ്‌രിബിന് ശേഷമൊക്കെ നിസ്കരിക്കാം. തഹജ്ജുദിൻ്റെ സമയത്ത് വളരെ ആപ്റ്റാണ്. തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഇത് നിസ്കരിച്ചോളൂ, അങ്ങനെയും മതി. മാഷാ അല്ലാഹ്, വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നിസ്കാരമാണ് ഈ പറയുന്ന ഖളാ ഉൽ ഹാജത്തിൻ്റെ നിസ്കാരം. ഇത് പതിവാക്കി നോക്ക്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹ് വീട്ടിത്തരും, സങ്കടങ്ങൾ അല്ലാഹ് മാറ്റിത്തരും. എല്ലാ പ്രയാസങ്ങളും മാറ്റുന്ന റബ്ബുൽ ആലമീനായ തമ്പുരാന് വേണ്ടി നിസ്കരിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റിത്തന്ന് സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.